ഹലോ അസ്സാം വലൈക്കും. ഇത് ഞങ്ങളുടെ റിയാദ് വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണിട്ടുള്ളത്. ഒരു ഉച്ചയൊക്കെ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ റൂം കൊടുത്ത് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കാനാണ് പോണത്. ഇവിടെ അടുത്തായിട്ട് ഒരു മന്തി വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. എഡിറ്റിങ്ങിൻ്റെ ടൈമിൽ ഇത് കുറച്ച് മുന്നേ പോയതാണ്. എഡിറ്റ് ചെയ്യാൻ കുറേ ഡിലേ വന്നു. ഒരു പ്ലേറ്റിൽ ചിക്കനും മറ്റേതിൽ മട്ടനുമാണ് ഉള്ളത്. പക്ഷേ പേര് എനിക്ക് ഓർമ്മയില്ല. സംഭവം മന്തിയാണ്. എന്നാലും ഇവരുടെ മെനുവിൽ ഇതിനെന്തെങ്കിലുമൊക്കെ പേര് കാണും. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ മർവമോൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു ബോക്സിലാക്കിയൊക്കെയാണ് കേട്ടോ ഫുഡ് എടുത്തിട്ട്. പിന്നെ അവളിത് കഴിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോണത് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തുവേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട് റിയാദിൻ്റെ നോർത്ത് വെസ്റ്റിലായിട്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു എഡ്ജ് ഓഫ് ദി വേൾഡ്. അപ്പോൾ ഇതൊരു ഹൈക്കിംഗ് സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളതൊരു വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് അത്ര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സമ്മറിലൊക്കെ പോയാൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ കുറച്ച് എത്തിയാൽ ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ കാർസൊന്നും ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. 4x4 കാർസ് മാത്രമേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉപ്പയും ഹസ്ബൻഡും പിന്നെ അളിയനും കൂടെ വന്നപ്പോൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ കാറ് പറ്റില്ല, അതായത് ചെറിയ കാറുകളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ അളിയൻ്റെ കൂടെ അവരുടെ കാറിൽ കയറിയിട്ടാണ് പോണത്. കുറച്ചെത്തുമ്പോൾ പിന്നെ ഫുള്ള് ലൈം സ്റ്റോണിൻ്റെ കുന്നുകളാണ് കേട്ടോ ഇങ്ങനെ ഉള്ളത്. ഇതൊക്കെ കാർവ് ചെയ്തിട്ടായിരിക്കും ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയപ്പോൾ ഇവിടെ റഫായിട്ടുള്ള ഒരു റോഡിലെത്തി. അപ്പോൾ ഇങ്ങനെ ഇതിലൂടെ മുന്നേ കാർസൊക്കെ പോയതിൻ്റെ പാട് കാണുന്നുണ്ട്. അതിലൂടെയാണ് പോയത്. നമ്മൾ മാപ്പ് വെച്ചിട്ടാണ് പോണതെങ്കിൽ പോലും കറക്റ്റ് നമുക്ക് മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഇവിടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈവനിങ് ടൈമിലാണ് അധികം എല്ലാവരും വരിക. ബാക്കിയുള്ള ടൈമിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ബെസ്റ്റ് ടൈം സൺസെറ്റിൻ്റെ ഒരു ടൈമാണ്. സൺസെറ്റ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും പോരും. പിന്നെ ഇവിടെ ഇരുട്ടാവും. പിന്നെ വഴി കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സൺസെറ്റ് വരെ നിൽക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പറ്റുന്നുണ്ടാവും. പക്ഷെ ഞങ്ങളൊക്കെ പോലെ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ചിലപ്പോൾ വഴി തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്.
കുറച്ചങ്ങോട്ട് എത്തിയാൽ പിന്നെ കാറൊന്നും പോകില്ല. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നിട്ടാണ് പോകേണ്ടത്. ഞങ്ങളാ പോയ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ, തണുത്ത കാറ്റായിരുന്നു. അപ്പോൾ മറുവമോളാണെങ്കിൽ ബീനിയൊന്നും യൂസ് ചെയ്യൂല, അവൾ വെച്ച് കൊടുത്താൽ എടുത്ത് എറിയും. അപ്പോൾ ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ടു ആ സമയത്ത്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ ബ്ലാങ്കറ്റ് വെച്ച് സ്കാർഫ് ഇട്ട് കൊടുക്കുക ചെയ്തത്. ഇഹാനുവിന് ബീനി വെക്കാനൊന്നും ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, അവൻ കൂളായിട്ട് വെച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറുവമോളം ഉറങ്ങി, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. ഇഹാനു അവിടെ കയറുന്ന ടൈമിൽ ഉറങ്ങായിരുന്നു, പക്ഷേ അവിടെ എത്തിയപ്പോൾ അവൻ എണീറ്റു. മറുവമോൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷേ അവൾ ഉറങ്ങിയതുകൊണ്ട് കാറ്റൊന്നും അടിക്കാതെ രക്ഷപ്പെട്ടു കേട്ടോ. ഇവരിങ്ങനെ കുറേ സ്റ്റേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കയറാൻ എളുപ്പമാണ്. പക്ഷെ കുറേ ഉണ്ട് കയറാൻ. അപ്പോൾ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് വരണമെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ ഇതാണ് എഡ്ജ് ഓഫ് ദ വേൾഡ്. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലും ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതിൻ്റെ വക്കിലൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ തന്നെ എടുക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. ഞങ്ങൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിലായതുകൊണ്ട് അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പായിരുന്നു, പക്ഷേ ഭയങ്കര തണുപ്പൊന്നും ആയിരുന്നില്ല. പക്ഷെ വിൻ്ററിൻ്റെ ടൈമിൽ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഭയങ്കര തണുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കുട്ടികളായിട്ടൊക്കെ വരാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഷൂ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ ചളി പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ പൊടി ഇങ്ങനെ തെറിക്കല്ലേ നമ്മൾ നടക്കുമ്പോൾ. പിന്നെ ഞാൻ സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സൺസെറ്റ് ആയപ്പോൾ പിന്നെ എല്ലാവരും പോകുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന വഴി കൂടെ അല്ല തിരിച്ചു പോയത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, ഒരു മലയാളിയാണ്, അവർ ഞങ്ങൾക്ക് ഒരു ലൊക്കേഷൻ തന്നു. അപ്പോൾ അതിൽ കൂടെ പോയാൽ എളുപ്പം എത്താമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ റിയാദ് വ്ലോഗ്. ഇവിടെ ഞങ്ങൾ നേരെ ദമാമിക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും വീഡിയോസായിട്ട് വരാം. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത്, അല്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നാട്ടിലത്തെ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.